ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വൈകിട്ടൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഇലയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോഴേക്കും ആ ശർക്കര ഉരുക്കുന്ന സമയം നമുക്ക് ഇതിലോട്ടുള്ള നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാനിലോട്ട് നമുക്ക് ഈ ശർക്കര ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ശർക്കര ഉരുക്കിയത് ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ശർക്കര ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ് എത്രയും വേണ്ട അതിനനുസരിച്ച് തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും, അതൊന്ന് ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ തേങ്ങയും അവിലും ശർക്കരയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം, അതുവരെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്തെടുക്കുന്നത് ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ള ഒരു ചെറിയ നേന്ത്രപ്പഴം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് കിസ്മിസൊക്കെ ഇഷ്ടമാണെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽമയുടെ നെയ്യാണെങ്കിൽ മിൽമയുടെ നെയ്യും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് വറ്റി എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇനി നമുക്ക് രാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് രാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചുടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ചുടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേരിയ ചൂട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ സ്പൂണായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ തൂക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഇല എടുത്തിട്ട് അതിന് ചെറിയൊരു ബോളാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇലയിലിങ്ങനെ പരത്തിയിട്ട് നമുക്ക് നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് കേട്ടോ വെച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ ഇലയുടെയും ഞാനിവിടെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമുക്ക് എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്ന പലഹാരത്തിനെക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ രാഗിയല്ലേ, രാഗിൻ്റെ ബെനിഫിറ്റ്സൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ചെയ്യും. ഇതിൻ്റെ ഫില്ലിങ് നട്ട്സും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഇട്ട കാരണം ഫില്ലിങ്സും തന്നെ എന്തായാലും പിള്ളേർക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്നാക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവിയിൽ വേവിച്ചെടുക്കാൻ വലിയ ഇലയ കാരണം ആവിയിൽ വേവിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ 2 അറ്റൊന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.